ഫിലിപ്പിയർ 4:4 നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. പറഞ്ഞേ, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. വചനം പറയുക, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ. എപ്പോഴും സന്തോഷിക്കണം. ദുഃഖം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, സഹനം വരുമ്പോൾ, വേദന വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, പരാജയം വരുമ്പോൾ, നഷ്ടമുണ്ടാകുമ്പോൾ, വിജയമുണ്ടാകുമ്പോൾ എല്ലാം കർത്താവിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലെ, എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ, ദുഃഖത്തിലും സന്തോഷത്തിലും തകർച്ചയിലും സഹനങ്ങളിലും സന്തോഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ, ആത്മാവ് നമ്മൾ ഒന്ന് ശക്തമായിട്ട് ജ്വലിക്കാതെ എപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ. ഒന്ന് കരം ഉയർത്തി പിടിച്ച്, രണ്ട് കരങ്ങളും ശക്തമായിട്ട് കർത്താവിന്റെ ആത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ചേ. സ്തുതി പോയിരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുക്കാതെ സ്വരം ഉയർത്തി വിളിച്ചേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ശക്തിയുടെ ആത്മാവിനെ വിളിച്ചേ, ദൈവാത്മാവിനെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വിളിക്കാമോ? ഉണർവോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. കർത്താവേ, ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. സഹനങ്ങളിൽ, തകർച്ചകളിൽ, ദുഃഖങ്ങളിൽ, വേദനകളിൽ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ ദൈവാത്മാവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പുതിയൊരു അഭിഷേകം, പുതുശക്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊന്നടിച്ചു നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കരമൊന്ന് ഉയർത്തി പിടിച്ചേ. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറയാമോ? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന ഞാനും നിങ്ങളും അവനിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ വേണ്ടി കൂടി വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ വേണ്ടി കൂടി വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. സഹനം വരുമ്പോൾ ആ സഹനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി കർത്താവിൻ്റെ മുറിവിനോട് ചേർത്ത് വെച്ച് നന്ദി പറയാൻ മാത്രം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിൽ വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം നമുക്ക് ദൈവം നൽകിയിരിക്കുക. കർത്താവ് അവനോട് ചേർന്ന് സഹിക്കാനുള്ള അനുഗ്രഹം കൂടി തന്നതിനെ ഓർത്ത് കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്ന കർത്താവേ, നിന്റെ സഹനങ്ങളിൽ നിന്നോട് കൂടെ ഞങ്ങളെ ചേർക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മുറിവിലേക്ക് നോക്കി ഒന്ന് സ്തുതിച്ചേ. കർത്താവിന്റെ തിരുമുറിവുകൾ മനസ്സിൽ കണ്ടൊന്ന് സ്തുതിച്ചേ. യേശുവേ, ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് സഹിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. യേശുവേ, സഹന ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടി ഇരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല,
മാനുഷികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ജെറൂസലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ജനപ്രമാണികൾ, പുരോഹിതന്മാർ എന്നെ പിടികൂടും. എന്നിട്ടോ അവരെന്നെ പീഡിപ്പിക്കും, അവരെന്നെ കുരിശിൽ തറയ്ക്കും. ഞാൻ കുരിശിൽ വധിക്കപ്പെടും, പീഡ സഹിച്ച് കുരിശിൽ ഞാൻ വധിക്കപ്പെടും. അപ്പോൾ പത്രോസ് വലിയ സ്നേഹത്തോടെ യേശുവിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ഗുരു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ഗുരു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? സാത്താനെ, എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. പത്രോസോട് പറയുക, തിരിഞ്ഞു പറയുക, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സഹനത്തിന് എതിരായിട്ട് ആരൊക്കെ ചിന്തിക്കുന്നുവോ അവരുടെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. സഹനങ്ങൾ വേണ്ട, വേദന വേണ്ട എന്നൊക്കെ ആര് ചിന്തിക്കുന്നുവോ അവർ തിരിച്ചറിയുക, നിന്റെ ചിന്ത മാനുഷിക ചിന്തയാണ്, ദൈവിക ചിന്തയല്ല. യേശു തൻ്റെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സഹിച്ചുകൊണ്ട് മാനവരാശിയെ രക്ഷിക്കാനായിട്ട് പീഡാസഹനത്തിലൂടെ കടന്നുപോയി. മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന എല്ലാവരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവും. കാരണം രണ്ടുണ്ട്. കാരണം ഒന്ന്, ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്യുന്നു. രണ്ട്, ഭൂമിയിൽ പിശാച് പ്രവർത്തിക്കുന്നു. ഈ ഭൂമിയിൽ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്, മനുഷ്യൻ പാപം ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ അവസാനം വരെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, തകർച്ചകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, അപകടങ്ങൾ, കണ്ണുനീര് ഉണ്ടായിരിക്കും. ഇത് മാറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് ആരും വ്യാമോഹിക്കുക വേണ്ട, ആരും അങ്ങനെ ഒരു സ്വപ്നം കാണണ്ട. നീ യേശുവിൻ്റെ സ്വന്തമാണെങ്കിൽ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയേ പറ്റൂ. വചനം പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. കുരിശിൻ്റെ വഴിയാ ക്രൈസ്തവന്റെ വഴി. ആര് യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവോ അവൻ കുരിശെടുത്തേ പറ്റൂ. കുരിശെടുത്തുകൊണ്ട് ഇടുങ്ങിയ വഴിയിലൂടെയുള്ള ഒരു യാത്ര, അതാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ നിത്യകാലം ജീവിക്കുന്നവരല്ല. ഏറിയാൽ 70 അല്ലെ 80 വയസ്സ് വരെ മാത്രം. ഞാനും നിങ്ങളും മരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മരണത്തിൻ്റെ അപ്പുറം എനിക്കും നിങ്ങൾക്കും ഒരു ജീവിതമുണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ. അതാണ് യേശു പറഞ്ഞത്, ഈ ലോകം മുഴുവൻ തേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ആത്മാവിൻ്റെ രക്ഷയെ കരുതിയ. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തയാണ്. ആത്മാവിൻ്റെ രക്ഷ. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും കടന്നു പോകും. നിലനിൽക്കുന്നത് ഒന്ന് മാത്രം, എൻ്റെയും നിങ്ങളുടെയും ആത്മാവ് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഈ ആത്മാവ് ദൈവത്തെ പ്രാപിക്കണം, ദൈവത്തെ സ്വന്തമാക്കണം. ഹല്ലേലൂയ. മരണത്തിൻ്റെ അപ്പുറം നിത്യതയിൽ എൻ്റെ യേശുവിൻ്റെ കൂടെ ഒരു ജീവിതം. പരിശുദ്ധ അമ്മ, മാലാഖമാര്, വിശുദ്ധര സ്വർഗത്തിൽ നമ്മൾ ആയിരിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിത്യ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ള ജീവിതമേ അല്ല. 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്.
ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാ. ഈ ലോക ജീവിതമല്ല പ്രധാനം. ഈ ലോക ജീവിതം അത് ആവശ്യമാണ്, അതിൻ്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ ലോക ജീവിതം വിട്ടിട്ട് ഞാനും നിങ്ങളും മരണത്തിനപ്പുറത്തേക്ക് കടന്നു പോകേണ്ടവരാ. മരണമെന്ന യാഥാർത്ഥ്യത്തെ ഒരു ദിവസം ഞാനും നിങ്ങളും നേർക്ക് നേരെ കാണേണ്ടവരാ. മരണമെന്ന സത്യത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസമാണ്. ഈ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം പിന്നിടുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നമ്മുടെ ജീവിതത്തിലേക്ക് മരണം ഒരു ദിവസം കൂടി അടുത്തിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം കൂടി കടന്നുപോയിരിക്കുന്നു. ഞാൻ മരണത്തോട് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് കൺവെൻഷൻ കഴിയുമ്പോൾ മരണത്തോട് ഒരു ദിവസം കൂടി ഞാൻ അടുക്കുകയാണ്. ഹല്ലേലൂയാ. സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയാ. ഇതാണ് വചനം. 12-ാം അധ്യായം 5 തിരുവചനങ്ങളിൽ പറയുന്നു, ബദാം വൃക്ഷം തളിർക്കും, പച്ചക്കുതിര ഇഴയും, ആശ അറ്റുപോകും. തുടർന്ന് കേട്ടുകൊള്ളുക. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോകുകയും വിലപിക്കുന്നവർ തെരുവീതിയിലൂടെ നീങ്ങുകയും ചെയ്യും. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോകും. ഉണ്ടോ? മനുഷ്യൻ തൻ്റെ നിത്യമായ ഭവനം സ്വർഗത്തിലേക്ക് പോകും. അടുത്ത വചനം കണ്ടോ? വിലപിക്കുന്നവർ തെരുവീതിയിലൂടെ നീങ്ങും. ശവസംസ്കാരത്തിൻ്റെ ഘോഷയാത്ര, തെരുവിലൂടെ നീങ്ങുന്ന യാത്ര നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിൽ വെച്ച് കുടം ഉടയും. അതായത് ഈ ലോക ജീവിതത്തിൽ നേടിയത് എല്ലാം നമ്മൾക്ക് നഷ്ടമാവുകയാണ്. നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. മനുഷ്യ, നീ മണ്ണാകുന്നു. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തു. ഇവിടെ പറയുക, മനുഷ്യൻ നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ശരീരം മണ്ണിലേക്ക് മടങ്ങും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോകും. ദൈവത്തിലേക്ക് എൻ്റെ ആത്മാവ് തിരിച്ചു പോകും. എൻ്റെ ഈ ശരീരം ഈ മണ്ണിലേക്ക് ചേരുകയാണ്. കർത്താവിൻ്റെ 2ാം വരവിൽ നമ്മളെല്ലാവരും ഉയർത്തി നിൽക്കും. കർത്താവിൻ്റെ 2ാം വരവിൽ നമ്മൾ ഓരോരുത്തരും ഉയർത്തി നിൽക്കും. കണ്ണിമയ്ക്കുന്നത്ര വേഗം നമ്മുടെ ശരീരം ഉയർത്തിനിട്ട് രൂപാന്തരപ്പെടും. അതായത് മഹത്വമേറിയ മറ്റൊരു ശരീരമായിട്ട് മാറുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സഭാപ്രസംഗി 5:15 അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. ഉണ്ടോ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ നമ്മളെല്ലാം നഗ്നരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പറന്നു വീണ്. ആണോ? അതെ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. അവൻ്റെ പ്രയത്ന ഫലത്തിൽ ഒന്നും അവൻ കൊണ്ടുപോവുകയില്ല. നിന്റെ പ്രയത്നഫലം ഒന്നും നീ കൊണ്ടുപോകത്തില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായിട്ട് പറന്നു. നീ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. ചേച്ചിമാരെ, നിങ്ങളുടെ കയ്യെ കിടക്കുന്ന വള, കഴുത്തെ കിടക്കുന്ന താലിമാല, കാലെ കിടക്കുന്ന സ്വർണ്ണപ്പാദസ്വരം എല്ലാം ഊരിയെടുക്കും. ഒന്നും തരത്തില്ല. അത് പ്രതീക്ഷിക്കണ്ട. ചേട്ടന്മാരെ, കയ്യെ കിടക്കുന്ന വിവാഹമോതിരം, പിന്നെ എന്തൊക്കെയുണ്ടോ വിലയുള്ളത് മൊത്തം ഊരിയെടുക്കും. മാനുഷിക ദൃഷ്ടിയിൽ വിലയുള്ളതാണല്ലോ സ്വർണവും വാച്ചും മറ്റു പലതും. അതെല്ലാം ഊരിയെടുക്കും വീട്ടുകാരൻ, എന്നിട്ടേ വിടത്തുള്ളൂ. പക്ഷെ ഏറ്റവും വിലയുള്ള ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങും. ഒന്ന് തിരിച്ചറിയുക, ഞാനും നിങ്ങളും ഇവിടെ നിന്ന് പോകുമ്പോൾ
ഒന്നും കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്ത സൽപ്രവർത്തികൾ, നമ്മൾ ചെയ്ത നന്മകൾ, നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ സമ്പത്ത് പങ്കുവെച്ചു, സ്നേഹിച്ചു, ക്ഷമിച്ചു, ഉപകാരം ചെയ്തു. ഇതൊക്കെയാണ് ദൈവസന്നിധിയിലുള്ളത്. പോകുമ്പോൾ നമ്മൾ പങ്കുവെച്ച സ്നേഹം, അതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവത്തില്ല. നമ്മൾ ദരിദ്രരോട് കാണിച്ച കരുണ, നമ്മുടെ സമ്പത്ത് പങ്കുവെച്ചത്, പാവപ്പെട്ടവരുടെ കണ്ണുനീര് തുടച്ചത്, ഇതൊക്കെ മാത്രമാണ് സ്വർഗത്തിൽ നിനക്ക് നിധിയായിട്ട് ഉള്ളത് എന്ന് ഓർത്തുകൊള്ളുക. വിശക്കുന്നവൻ ആഹാരം കൊടുത്തു, വസ്ത്രമില്ലാത്തൊരു വസ്ത്രം കൊടുത്തു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചു, വീടില്ലാത്തവന് വീട് കൊടുത്തു. ഏതൊക്കെ വിധത്തിൽ നീ നിന്റെ സഹോദരങ്ങളെ സഹായിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അതൊക്കെ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.